ഹായ്, ദിസ് ഇസ് ലീന. ഇതെൻ്റെ 2026 ജേർണലിൻ്റെ ഫസ്റ്റ് ഫ്യൂ പേജസ് സെറ്റപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആൻഡ് ഇതാണ് എൻ്റെ 2025 ജേർണൽ. ഓൾമോസ്റ്റ് ഫിനിഷായി. ആൻഡ് ദിസ് ഇസ് മൈ ന്യൂ ജേർണൽ ഫോർ 2026. എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരു ഗ്രന്ഥം ഫീലിംഗ് ആയി ബുക്കിന്. ഫസ്റ്റ് ഓപ്പണിംഗ് പേജസ് ചെയ്യുന്നത് ഇതിൻ്റെ കവർ പേജിനുള്ള പോലത്തെ ഒരു ഗോൾഡ് തീമിലാണ്. പിന്നെ ഇതിൽ ഞാൻ റഫായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫസ്റ്റ് എല്ലെന്ന് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റും ലീന നഹാൻ എന്നുള്ളത് റൈറ്റിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം സ്കെച്ച് ചെയ്യാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലീന നഹാനിലെ എൽ ആൻഡ് എം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ അറൗണ്ട് ഫ്ലോറൽ ഡിസൈൻസ് കൊടുക്കണം. പിന്നെ ലെറ്റേഴ്സിൽ ഗോൾഡ് ലീഫ് വെച്ചിട്ട് ഫിൽ ചെയ്യണം. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ലെറ്റേഴ്സ് എഴുതി കഴിഞ്ഞു. ഈ കളേഴ്സാണ് ഞാൻ ഫ്ലോറൽ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗോഷാണ് മീഡിയം. എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മീഡിയമാണ് ഗോഷ്. ഇവിടെ ഞാൻ കുറച്ചധികം പിങ്കിനെ പോപ്പപ്പ് ആക്കിയാണ്. അത്രയും ബ്രൈറ്റായിട്ടല്ല ഉദ്ദേശിച്ചത്. എനിവേ ഫൈനൽ ലുക്കിന് എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കാം. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ വേറൊരു ഫ്ലോറൽ ആൻഡ് ലാവൻഡർ ഡിസൈനാണ് ചെയ്യുന്നത്. ലാവൻഡർ ഫ്ലവേഴ്സൊക്കെ പോലെ. ഈ കളർ ചെയ്തപ്പോൾ, ഈ കളർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിലും സെയിം കളർ തന്നെ യൂസ് ചെയ്താൽ മതിയായിരുന്നു തോന്നി. ഇനി പറഞ്ഞിട്ട് കാര്യം, ഈ ഡിസൈനാണ് എനിക്ക് മറ്റേ ഡിസൈനിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത്. ഇത് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഗോൾഡ് ഫോയിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൈഡിംഗ് ഗ്ലൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്ത് മെയിൻ ടൈമിൽ ഞാൻ നെക്സ്റ്റ് പേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ സീക്വൻസിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബുക്കിലെ പേജസിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളറിൽ ട്രൈ ചെയ്യുന്നത്. മുമ്പൊക്കെ ജേർണൽസിലൊക്കെ ഓഫ് വൈറ്റ് ആയിരുന്നു പേജസ്, പിന്നെ ഡോട്ടഡ് പേജസും ഗ്രിഡൊക്കെ ആയിരുന്നു. ഞാനിവിടെ ഒരു സ്പ്രെഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണിത്. അതുപോലെ ഈ ബുക്ക് ജേർണലിങ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഞാനൊരു ഏതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനാണ് ഞാൻ ഇങ്ങനത്തെ ഗ്രിഡ് പേജസൊക്കെ എടുക്കാറുള്ളത്. പിന്നെ ഇനി അങ്ങോട്ട് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല, കണ്ടാൽ മനസ്സിലാവുന്നതല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് പറയാം.
ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ സ്റ്റിക്കേഴ്സ് എനിക്കെൻ്റെ സ്റ്റിക്കർ കളക്ഷനിലെ ഫേവറേറ്റ് സ്റ്റിക്കേഴ്സാണ്. എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നല്ല യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ഇപ്രാവശ്യം അത് ആ മടി കൊണ്ട് ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഞാനത് ഫുള്ളാക്കും. ബൈ ദ വേ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. 2 ഇയേഴ്സായി ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട്. അതിനുവേണ്ടി കുറേ വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ ഞാൻ ഡിസംബർ 2nd വീക്കൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എക്സാമും എല്ലാം കൊണ്ടും ബിസി ആയിപ്പോയി. ഇനി ഇത് അപ്ലോഡ് ചെയ്യാൻ നെക്സ്റ്റ് ഇയർ ആവും മിക്കവാറും. December 31st ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി ഒരു 2 ഡേയ്സിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ചാനൽ കൊണ്ട് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എൻ്റെ പെയിൻറ്റിങ്, ജേർണലിങ്, ക്രാഫ്റ്റിംഗ് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഇറ്റ് വിൽ മീൻ എ ലോട്ട്. ഓൾസോ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അഗെയിൻ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വേണ്ടതെന്നൊക്കെ പറയാം. മെല്ലെ മെല്ലെ വീഡിയോസൊക്കെ ബെറ്ററാക്കി എടുക്കാം ഇൻഷാ അല്ലാ. Whisper truth as they flow down, and their songs entwine with the trees that stand. ഈ ആൽഫബറ്റ് സ്റ്റാമ്പ്സ് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പോഴാണ് ഇത് യൂസ് ആക്കുന്നത്. യൂസ് ചെയ്തപ്പോഴാണ് ഇത് ഇത്ര സാറ്റിസ്ഫൈയിങ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും ആ ഇംപെർഫെക്ഷൻ ഒരു രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. Whispering pines, sing me your tune.
ഞാൻ എൻ്റെ 2025 ജേർണലിൽ ഇതുപോലെ ഫസ്റ്റ് പേജിൽ ഒരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ച ആ ജേർണലിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോട്ടും അതിലെഴുതും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്തത്. അങ്ങനെ ഈ സ്പ്രെഡ് ഓൾമോസ്റ്റ് ഫുള്ളായി. ഞാൻ പിന്നെയും കുറച്ചും കൂടി സ്റ്റിക്കേഴ്സും കുറച്ച് സ്മോൾ എന്തൊക്കെയോ എലിമെൻറ്റ്സും ആഡ് ചെയ്തിരുന്നു. അപ്പം ഇത് ഓൺ ചെയ്യാൻ മറന്നു ഈ റെക്കോർഡ്. അപ്പോൾ ഫൈനൽ സ്പ്രെഡ് ലാസ്റ്റ് ഞാൻ കാണിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡ് ഫോയിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഗ്ലൂ കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോൾഡ് ഫോയിൽ യൂസ് ചെയ്തിട്ടൊരു വർക്ക് ചെയ്യുന്നത്. ഗോൾഡ് ഫോയിലൊക്കെ കുറേ കാലമായിട്ട് കയ്യിലുണ്ട്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എഡ്ജസ് ഒന്നും അത്ര പെർഫെക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഉള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു അടുത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷെ ഓൾ ഓവർ ഓക്കെ ആണ്. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me your tune. Caught in ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം ഞാൻ ഒരുപാട് ദിവസം എടുത്തു. അപ്പോഴാണ് യൂട്യൂബിൽ ഡെയിലി കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരോട് റെസ്പെക്റ്റ് തോന്നിയത്. ഇതിൻ്റെ ബാക്കിയൊരു 3-4 പേജസ് കൂടെ സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം. ചില പോർഷൻ ബാക്കി ഈ ഗോൾഡ് ഫോയിലിങ്ങനെ ഒരുപാട് വേസ്റ്റ് ആകുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫൈനൽ റിസൾട്ട് ഇതാണ്. ഞാൻ ഗോൾഡ് ഫോയിൽ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലത്തൊക്കെ പിന്നീട് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ആ ലാവൻഡർ കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇതാണ് സ്പ്രെഡ്. ഇതിലും ഞാൻ കുറച്ച് എലമെൻറ്റ്സൊക്കെ പിന്നീട് ആഡ് ചെയ്തു. ആ ഇയർ 2026, പിന്നെ ഇൻ ലവ് എന്ന് എഴുതിയത്, ആ ഹാർട്ടൊക്കെ പിന്നെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.
ഹാപ്പി ന്യൂ ഇയർ.